ഗായ്സ്, അപ്പോൾ ഈജിപ്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾഡ് കൈറോയിൽ പെട്ടിട്ടുള്ള ദറാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇത് അസ്ഹറിൻ്റെ ഭാഗത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഒരുപാട് വിദേശികളൊക്കെ പഠിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഇത്. അവിടെ ഇന്തോനേഷ്യക്കാരും ഇന്ത്യക്കാരും ബംഗ്ലാദേശികളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ കഴിയും. ഫിഷ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ഗോതമ്പൊക്കെ കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എല്ലാവരും ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഐസ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് ഗോതമ്പാണ് തോന്നുന്നു. ഗോതമ്പൊക്കെ കൂട്ടി അവിടെ കുഴച്ച് ഉണ്ടാക്കുന്ന കാഴ്ചകളാണ്. يلا بقى تعالى وندي ايه اهوت فاهمني ودي الحله بتاعت العجين اسمه دي بيت طحين خلاص كده ശുക്രൻ. ഫിഷ് എന്ന് പറയുന്നത് ഇവരുടെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഇവിടെ പോയാലും ഈ ഐഷ് തന്നെ ഉണ്ടാവുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇവർക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇവരുടെ. ഇവിടെ പല കടകളും അടച്ചിട്ടൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് ഓപ്പൺ ആയി വരണമെങ്കിൽ വൈകുന്നേരമൊക്കെ ആവും. ഇവിടെ മെയിൻ ആയിട്ട് നൈറ്റ് ലൈഫാണ്. രാത്രി നമുക്ക് എത്ര മണിക്ക് ഇവിടെ വന്നാലും ഫുൾ ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. രാത്രി ഇവിടെ ഭയങ്കര സേഫ് ആയിട്ടുള്ള എപ്പോൾ വെച്ചാൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. ആൾക്കാരെപ്പോഴും ഉണ്ടാവും ഇവിടെ. ഐസ് വെക്കാൻ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. ഒക്കെയുള്ള എത്ര സാഹസികമായിട്ടാണ് പോകുന്നത് നോക്കുക. ഐസ് കൊണ്ട് പഴയ നിർമ്മിതികളാണ് കേട്ടോ. അതേപോലെ ഒരുപാട് പഴയ നമുക്ക് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. കോഴിക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എത്ര കുറച്ച് വാങ്ങിച്ചാലും ഇവിടെ കോഴി മേടിക്കാൻ കഴിയും. 1 പീസ് 2 പീസൊക്കെ മേടിക്കാൻ കഴിയും. ഇവിടെ പ്രധാന ഹൈലൈറ്റ് ആണ് ഇങ്ങനത്തെ ഒരു കട. ഒരു ഹുക്കയും ചായയും വലിച്ച് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നത് കാണാൻ കഴിയും. എപ്പോഴും വായിൽ ഹുക്ക ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ കഹവയും ചായയൊക്കെ കുടിച്ച് നിൽക്കുന്ന കട ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു കട എന്ന് പറയുന്നത്. ഓരോ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇവിടെ എവിടെ പോയാലും നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റൂല. കുറേ പൂച്ചകളും നായ്ക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ചെറിയ തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇതുപോലെ വഴുതനങ്ങ പൊരിച്ചതും ഇതൊക്കെ ഐസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ്. ഖുർആന്റെ ഭയങ്കര അഹലുകാരാണ് കേട്ടോ. എവിടെ കടയിൽ പോയാലൊക്കെ നമുക്ക് ഒരു ഖുർആൻ ഇങ്ങനെ ഓണാക്കി വെച്ചിരിക്കുന്നത് കാണാം. എപ്പോഴും ഖുർആനായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ്. ഇവിടെ ഒരു ദർഗയാണ് ഇതിൻ്റെ ഉള്ളിൽ. പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ. പൊളിഞ്ഞു വീഴാനായി നിൽക്കുന്ന ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ആർക്കും പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ രാവിലെ ഉച്ചയ്ക്ക് രാത്രിയും ഇഷ്ടംപോലെ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട്. സാഹ എന്നുള്ള പേരിൽ ഓരോ സ്ഥലത്തും ഉണ്ടാവും. അവിടെയൊക്കെ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കും. അതുകൊണ്ട് പാവങ്ങൾക്കൊക്കെ അത് വലിയൊരു ആശ്രയമാണ് കേട്ടോ. ഫുഡിന് ആരും ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ അധികം ഉണ്ടാവില്ല. സ്ഥലത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അത് അവൈലബിൾ ആയിട്ടുള്ളൂ. വസ്ത്രങ്ങളുടെയൊക്കെ ഒരു കടയുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ കുത്തുപണി ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കല് ഡിസൈൻ ചെയ്യുന്ന കണ്ടില്ലേ. ഇത് മെറ്റീരിയൽ ആണെന്ന് അറിയില്ല കേട്ടോ. ചെമ്പൊക്കെ പോലെയാണ് തോന്നുന്നത്. എന്താ അറിയില്ല കറക്റ്റ്. അങ്ങനെ തെരുവിലൊക്കെ കടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളെ കാണാൻ കഴിയും കേട്ടോ. ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ചായവൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തിന്. രാവിലെ ക്ലീനിങ് പരിപാടികളൊക്കെ അതേപോലെ വണ്ടികളിലൊക്കെ വന്ന് നടത്തുന്നത് കാണാൻ കഴിയും നമുക്ക്. ഇവിടുത്തെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല റേറ്റ് കുറവുമാണ്. നല്ല അടിപൊളി സാധനമാണ്. ഇതൊരു ഹോട്ടൽ സെറ്റപ്പാണ് കേട്ടോ. അവിടെ ഐസിൻ്റെ ഉള്ളിൽ ഇതേപോലെ സാധനങ്ങളൊക്കെ നിറച്ച് വിൽക്കുന്ന ഒരു സെറ്റപ്പാണ്. നോട്ടാണ് കേട്ടോ. ഈജിപ്ഷ്യൻ പൗണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ട് എന്ന് പറയുന്നത് 200 പൗണ്ടാണ് ഏറ്റവും വലിയ നോട്ട്. ഇത് ഇവിടുത്തെ ഒരു പഴയ മസ്ജിദാണ് കേട്ടോ. അടച്ചിട്ടൊക്കെയാണ്. എന്താ യുനെസ്കോൻ്റെ ഇതിലൊക്കെ വന്നിട്ടുള്ള മസ്ജിദാണ് തോന്നുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു മസ്ജിദൊക്കെ കാണാൻ കഴിയും. ഒരുപാട് പഴയ നല്ല നല്ല മനോഹരമായിട്ടുള്ള നിർമ്മിതികളൊക്കെ നമുക്ക് ഇവിടെ അങ്ങനെ കാണാൻ കഴിയും കേട്ടോ. മക്കാദ് ഓഫ് മമായൽ സായിഫി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു പഴയ അടിപൊളി റെസ്റ്റോറൻ്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല സെറ്റപ്പ് റെസ്റ്റോറൻ്റ് ഒക്കെയാന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു കൾച്ചറിലുള്ള അടിപൊളി റെസ്റ്റോറൻറ്റ്. അത് സൂപ്പറാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഇന്റീരിയർ ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അല്ല ഇവിടെ ഒരുപാട് പിന്നെ
ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ, നല്ല രസമുണ്ട്. സൂപ്പർ കാഴ്ച. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് ആവും. ഇപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. രാത്രിയൊക്കെ ഫുള്ള് നല്ല ക്രൗഡായിരിക്കും ഇവിടെ. ആ മസ്ജിദൊക്കെ കണ്ടില്ല, നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ ടിക്കറ്റൊക്കെ ഉണ്ട് തോന്നുന്നു. മദ്രസ സുൽത്താൻ അൽ നാസിർ മുഹമ്മദ് ബിൻ കലവൂൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ടിക്കറ്റ് 180 പൗണ്ടാണ് കേട്ടോ. 250 രൂപയൊക്കെ ഉണ്ടാവും നാട്ടിലത്തെ. വിൽക്കുന്നൊരു കടയാണ് കേട്ടോ. ഒരുപാട് ടൈപ്പ് ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് ഹുക്കകൾ കാണാൻ കഴിയും. കണ്ടോ, ചെറിയ ഹുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. സിഗാർ സിഗരറ്റ് ആണ് കേട്ടോ അവിടുത്തെ. പല മോഡലും കാര്യങ്ങളിലൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു കോഫി ഷോപ്പാണ്. ഇവിടെ ഹുക്കൊക്കെ വലിച്ച് ഇങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ ഇവിടെ പുറത്ത് നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കോഫി ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഫുള്ളാണ് ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്പോട്ടാണിത്. അൽ അക്മർ എന്ന് പറഞ്ഞിട്ടൊരു മോസ്ക് ഉണ്ട്, ചെറിയ മോസ്ക്. നല്ല പള്ളികളൊക്കെ നല്ല രസമാണ് കേട്ടോ അവിടുത്തെ കാണാൻ. ഇവിടെ കുറേ അടുത്തടുത്ത് തന്നെ ഒരുപാട് പള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബിൽഡിംഗ് അതിനുണ്ട്, നല്ല രസമല്ലേ. നല്ലൊരു കോഫി ഷോപ്പാണ്. ഇവിടുത്തെ ഏകദേശം ബിൽഡിങ്ങുകളൊക്കെ ഈ ഒരു സ്ട്രക്ചറിലാണ് ഉള്ളത് അധികം. ഇവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ, പഴയ പള്ളിയാണ്. ഉള്ളു കാണിച്ചു തരാൻ നല്ല രസമുണ്ട്. നടുവിൽ ഇങ്ങനെ വലിയൊരു മുറ്റമൊക്കെ ആയിട്ട് അവിടെയാണ് പള്ളി. പള്ളിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വേറെ ഇഷ്ടംപോലെ കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട നടുമുറ്റം പോലെ ഇവിടെ കുറച്ചുണ്ട്. അന്ന് പണ്ടത്തെ മദ്രസയൊക്കെയാണ് കാണുന്നത്. ഇവിടെ കുറേ റൂം പോലെയൊക്കെ സെറ്റപ്പ് കാണുന്നുണ്ട്. അറബി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അവരുടെ ഒരു ലോക്കലായിട്ടുള്ള ഇവിടുത്തെ ഒരു അറബിയാണ്. അത് മനസ്സിലാക്കാത്ത വേറൊരു മോഡലാണ് സംസാരമൊക്കെ. കുറേ വരുത്തുണ്ട് കേട്ടോ. ഇവിടെ നോക്കും, ഇവിടെ നല്ല വേറൊരു ടൈപ്പ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ, നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു ഏരിയ. രാജസ്ഥാന് ഗോൾഡൻ സിറ്റി ഇല്ലേ, ജയ്സൽമീർ, അതിനോടൊക്കെ സാമ്യതയുള്ള ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. എവിടെ നോക്കിയാലും ഈ ഒരു ഫ്ലാറ്റ് സെറ്റപ്പിൽ താമസിക്കുന്ന ഒരു സിസ്റ്റമാണ് കാണാൻ കഴിയുന്നത്. മറ്റേ നമ്മളെ വീട് പോലെ അങ്ങനെ കെട്ടി താമസിക്കുന്നവരെയൊന്നും കാണാം അവിടെ അധികം ഇല്ല കേട്ടോ. ഇവിടെ പഴയ മോഡല് കാറൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. അധികം ഇങ്ങനത്തെ ഈത്തപ്പഴങ്ങളൊക്കെ കിട്ടുക കേട്ടോ. അധികം ഉടങ്ങാത്ത ഇങ്ങനത്തെ ഈത്തപ്പഴങ്ങളാണ് അധികം ഇവിടെ കിട്ടുക. 1 കിലോ 25 രൂപ 30 രൂപയ്ക്കൊക്കെ കിട്ടും ഇവിടെ. ഇന്റർനെറ്റിന് ഭയങ്കര റേറ്റാണ്. 20 GB നാട്ടിൽ 500 രൂപയൊക്കെ വരും. ഇവിടുത്തെ ഇന്റർനെറ്റ് ഭയങ്കര എക്സ്പെൻസീവാണ്. ചെറിയ അങ്ങനെ മുട്ടായൊക്കെ ഇങ്ങനെ വെക്കുന്ന കടകളാണ് കേട്ടോ. കണ്ട ഇവിടുത്തെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഗുനാഫൻ്റെ കടയാണ് കേട്ടോ. ഗുനാഫയൊക്കെ ഇവിടെ ഭയങ്കര കുറവാണ്. നല്ല 10 രൂപയ്ക്ക് നമ്മുടെ നാട്ടിലത്തെ 15-നൊക്കെ ചെറിയ പീസ് ഗുനാഫയൊക്കെ കിട്ടും ഇവിടെ. നാട്ടിലൊക്കെ മിനിമം 250-നൊക്കെ അല്ല കിട്ടും. ഇവിടെ 5 രൂപയ്ക്കൊക്കെ കിട്ടും, 8 രൂപയ്ക്കൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഗുനാഫയും കാര്യങ്ങളും. ഒരു ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ബൾബിനുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യാൻ രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് 200 രൂപ എന്നൊക്കെ പറഞ്ഞ് ഇപ്പരവിടെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ ഗൈസ്.